ഞാൻ മടിയുള്ള ആളാണ്. പുതിയ വീടിന് ഫുൾ വൈറ്റ് ടൈലാണ് കൊടുത്തത്. കിച്ചണിൽ മടി മാറിക്കോളും. ഈ സ്റ്റെപ്പ് ലാൻഡിങ് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് പറയാത്തത് എന്താ? അതല്ലേ മെയിൻ. അവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്നതെന്ന്. സ്റ്റെപ്പ് ലാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ചെയ്യാം. നമ്മൾ വളരെ എന്താ പറയുക, രസകരമായിട്ട് പറയുന്ന മറുപടികളാണ് കേട്ടോ. അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അതിനി ജാടയാണോ അതാണോ അവന്മാർ അങ്ങനെ പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട. ഇത് വളരെ സൗഹൃദപരമായിട്ട് വേണമെങ്കിൽ ശരത്തിൻ്റെ ദിവസം ഇവിടെ വരാം. അല്ല, സീരിയസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ കേട്ടോ. ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ പറഞ്ഞ കേട്ടോ. അതങ്ങനെ തന്നെ ഉദ്ദേശിച്ചതാ, വീഡിയോ സ്കിപ്പ് ചെയ്യാനല്ല. അപ്പോൾ ഇന്ന് അടുത്ത കമൻറ്റുകൾ. കഴിഞ്ഞ പ്രാവശ്യം ഒരു കമന്റിന്റെ പരിപാടി നമ്മൾ നടത്തിയായിരുന്നു അല്ലേ? വീണ്ടും തുടങ്ങിയാലോ? വീണ്ടും കുറച്ച് കമന്റിന് മറുപടി കൊടുക്കാം. കമന്റുകൾ വായിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയാം. മറുപടി ഉള്ളവർക്ക് മറുപടി കൊടുക്കാം. ഈ സാധനം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കൂടെ പറയണം കേട്ടോ. അല്ലേ, നിങ്ങൾക്ക് ബോറടിക്കണമെന്നെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ നല്ല രീതിയിലായിരിക്കണം, ആരോഗ്യകരമായിട്ടുള്ള കമന്റ്സ് ആയിരിക്കണം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അതെ അതെ. അല്ലെങ്കിൽ സുനീറിന്റെ മാസ്റ്റർ പീസ് കമന്റ് ഒക്കെ ഉണ്ട്, കിട്ടേക്കും. ദയവ് ചെയ്താ മറ്റേ ഞാൻ വീണ്ടും അത് പറയുന്നില്ല, DQ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് ഇപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഇയാൾ പുട്ടിക്കും ഷർട്ടിനുമായിട്ടാണ് ഇയാൾ പൈസ ചെലവാക്കുന്നത്. സ്വന്തമായിട്ട് ഇടിക്കുന്ന കമന്റ്. ഫ്ലോ കളയണ്ടായിരുന്നല്ലോ. അപ്പോൾ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. ആരാ തുടങ്ങണേ? ഞാൻ തുടങ്ങട്ടെ. സ്റ്റീൽ ടാങ്കിനെ കുറിച്ച് സംസാരിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ല. പല സ്റ്റീൽ ടാങ്കുകളിലെ തുരുമ്പ് പിടിക്കുന്ന പല വാട്സപ്പ് ഗ്രൂപ്പിലും കണ്ടിരുന്നു. ഇത് ശരിയാണോ? സുനീർ ശരിയാണെന്ന് പറഞ്ഞ് മറുപടി കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. ഈ സ്റ്റീൽ ടാങ്കില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന സ്റ്റീൽ ടാങ്ക് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഹൈഡ്രോ പ്യൂർ. രതീഷേട്ടൻ്റെ എൻ്റെ വീട്ടിലും ഹൈഡ്രോ പ്യൂർ ആണ്. പ്രശ്നമുണ്ടോ? എനിക്ക് ഇതുവരെ എനിക്കും പ്രശ്നമില്ല. എനിക്ക് ജോയിൻസിന്, വെൽഡിംഗ് ജോയിൻസിലാണ് വരാൻ സാധ്യത. പക്ഷേ വേറെ കാര്യമുണ്ട്. രതീഷേട്ടന് ഫ്രീ പ്രൊമോഷനാണ്. അല്ല, രതീഷേട്ടൻ കാണുന്നുണ്ടെ പറയണേ, ഫ്രീ പ്രൊമോഷനാണ്. ഒറ്റ പൈസ ഞങ്ങൾ പ്രൊമോഷൻ തരുമോ? അല്ല, രതീഷേട്ടൻ്റെ ഫ്രീ പ്രൊമോഷൻ അല്ല കേട്ടോ. രതീഷേട്ടൻ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് രതീഷേട്ടൻ നീ കൊണ്ടുപോയി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഫ്രീ പ്രൊമോഷൻ ഈ സെക്കൻഡിൽ രതീഷേട്ടൻ ഇതിട്ട് ഇടുന്നുണ്ട്. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീല് നമ്മുടെ എന്താ പറയുക 316 അടിച്ച് ചെയ്യുന്നുണ്ട്. പുല്ല ചെയ്യുന്നത് 316 ചെയ്യുന്നുണ്ട് ആള്. 50 രൂപയെന്നുള്ളൂ, വില കൂടുതലാണ്. മറ്റവര് 30 രൂപ 32 രൂപ വില വരത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് ഒന്ന് വെറുതെ ഇവിടെ നമുക്ക് നിലവിലെ ശരിക്കും പറഞ്ഞാൽ ഞാനുമായിട്ടാണ് അന്ന് ആ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. നമുക്ക് ശരിക്കും പ്രൊഡക്ഷൻ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളത് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് പെർമിഷൻ തന്ന ഒരു വീഡിയോ കൂടെ ആയിരുന്നു. അപ്പം ആ കമന്റിന്റെ ആൻസർ പറഞ്ഞു. ചില ടാങ്കുകളിൽ ജസ്റ്റ് അങ്ങനെ കൂടുതൽ വെൽഡിംഗ് ജോയിൻസിലായിരിക്കും അത് വരാൻ സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, പിന്നെ മാത്രമല്ല പലരും ശ്രദ്ധിക്കുന്നില്ല. ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ഇത് കഴുകുന്നത്. അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഓക്കെ. അടുത്തത് 900 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു. ദിവസക്കൂലിക്ക് പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ നോർമൽ പ്ലാൻ മാത്രം മതിയോ, അതോ 3D കൂടെ ആവശ്യമാണോ? പണിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത് പേരൊന്നുമില്ല. UY ഹും ആരാണെന്നറിയില്ല. ചൈനയെന്നാണ്, പക്ഷെ മലയാളത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കമന്റ് ആയിരിക്കണം. 900 സ്ക്വയർ ഫീറ്റ് ആയാലും 9000 സ്ക്വയർ ഫീറ്റ് ആയാലും വീട് ചെയ്യുന്നതിന് പ്രോപ്പറായിട്ടുള്ള ഡ്രോയിങ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഡെഡ് സ്പേസ് ഇല്ലാതെ ഒരു വീട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അത് ദിവസക്കൂലിക്ക് പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് കോൺട്രാക്ട് കൊടുക്കണോ അല്ലേ, ലേബർ വൈസ് ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ്. 3D ഉറപ്പായിട്ടും ചെയ്യണം. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ബഡ്ജറ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ വരും. പിന്നീട് ഇതിനകത്ത് എന്ത് കളർ പെയിൻറ്റ് അടിക്കണം, എവിടെ പ്രൊജക്ഷൻ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഡ്രോയിങ് ചെയ്തിട്ട്, അത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും, അതെ ഏതാണെങ്കിൽ പോലും. ഒരു സെക്കൻഡ്, ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാമെന്ന് അറിയത്തില്ല, എന്നാൽ ഈ നിമിഷം ഞാൻ പറഞ്ഞോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ഷെയറും ചെയ്യണം. അതെ, ശരിയല്ലേ? ഇനി നിങ്ങൾ വായിച്ചോ. അല്ല, ആകെ ഒരു സന്തോഷമേ കുറെ ആൾക്കാർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്, ഒരു ധൈര്യത്തിന്. അത്ര തന്നെ ഉള്ളൂ. ഇനി നിങ്ങൾ പറഞ്ഞു ഈ സമയത്ത് സബ്സ്ക്രിപ്ഷന് പൈസ എന്തോ കിട്ടുന്നുണ്ട് തോന്നുന്നു, പക്ഷെ ചെയ്യണം കേട്ടോ. അതെ, എന്നാലും ചെയ്യണം. ഞാൻ മടിയുള്ള ആളാണ്.
പുതിയ വീടിന് ഫുൾ വൈറ്റ് ടൈലാണ് കൊടുത്തത്. കിച്ചണിൽ മടി മാറിക്കോളൂ. ക്ലീനിങ് ഭയങ്കര പാടാണ്. ഞാൻ ആദ്യം അവിടെ പ്ലെയിൻ വൈറ്റ് ടൈലായിട്ടിരുന്നത്. ഹോളിലും ആ ഏരിയ താഴത്തെ മൊത്തം പ്ലെയിൻ വൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഒരു ചെറിയൊരു മുടി കിടന്നാലും അറിയും ഭയങ്കരമായിട്ട് പ്ലെയിൻ വൈറ്റ്. അതെ. അപ്പം ഇങ്ങനെ മടിയുള്ളവർ പ്ലെയിൻ ഇടാതെ ചെറിയ ടെക്സ്റ്ററുള്ള വൈറ്റ് ഇട്ടാൽ ഭാര്യമാർക്ക് പണിയെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈറ്റ് ഇടൂ, ആസ്വദിക്കൂ. വൈറ്റ് പക്ഷേ നല്ല രസമാണ്, ഭയങ്കര റിഫ്ലക്ഷൻ കിട്ടും, നല്ല രസമാണ്. മൊത്തം ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അടുത്ത ടേക്ക് ഇറ്റ് ഈസി മീഡിയ പുള്ളി കമൻറ്റ് ചെയ്തിരിക്കുന്ന 2025 ന്യൂ ബിൽഡിംഗ് റൂൾസ് എന്തൊക്കെയാണ്, പുതിയ മാറ്റങ്ങളെ കുറിച്ചിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാമോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അറിയുന്നവർ മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ രണ്ടിടത്തും കൂടിയാണ്. സെപ്റ്റിക് ടാങ്ക് ടു വെൽ റേഡിയസ് ആണോ അതോ സോക്ക് പിറ്റ് ടു വെൽ ആണോ 7.5 മീറ്റർ മിനിമം വേണ്ടത്? പുള്ളി ചോദിച്ചിരിക്കുന്നത് 2025 ബിൽഡിംഗ് പുതിയ റൂള്, അതായത് ബിൽഡിംഗ് റൂളിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. 2019 വരുന്ന ഒരു അപ്ഡേഷൻ അത് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. സെറ്റ് ബാക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. ഇനി സെപ്റ്റിക് ടാങ്കും നമ്മുടെ സോക്ക് പിറ്റും തമ്മിൽ 7.5 മീറ്റർ റേഡിയസ് ആണ്. അതായത് നമ്മുടെ കുടിവെള്ളമായിട്ട് അതിപ്പോൾ നമ്മുടെ വീട്ടിലാവട്ടെ അടുത്ത കിണറാവട്ടെ അതുമായിട്ട് 7.5 മീറ്റർ മാറിയിട്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുക. കുറച്ചുകൂടെ അധികം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അല്ല, അതിനകത്ത് പറയുന്നത് പറഞ്ഞാൽ അതിന് ബാക്ടീരിയ അല്ല, ഞാൻ ശരിക്കും ആരും അയച്ചിരുന്ന ഒരു ആർട്ടിക്കിളിനകത്തുണ്ട്. അതായത് 7.5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാക്ടീരിയ വെള്ളം എത്തില്ല എന്നല്ല പറയുന്നത്. അതെ, ഇത്രയും ആ ഒരു റേഡിയസിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈക്കോളി പോലുള്ള മാലിന്യങ്ങൾ എത്തില്ല. അതിനാണ് ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു അവസരം മാക്സിമം ഉണ്ട്, ആ സ്പേസ് മതി. ഇപ്പൊ എല്ലാം തിയററ്റിക്കലി ആണല്ലോ പറയുന്നത്. ആ തിയററ്റിക്കലി പറയുമ്പോൾ ആ ഒരു ഏരിയ മതി. അതെ, ഈ തിയററ്റിക്കലി ഒക്കെ പറയുമ്പോഴേ പല ആൾക്കാരും അത് കമന്റ് നേരത്തെ ഞാൻ ഇപ്പോൾ വായിച്ചു പോയതാണ്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, പേരൂടെ വായിക്കണം കേട്ടോ. ശരിയാണല്ലോ. ഷിബിൽ മുഹമ്മദ് പറഞ്ഞിരിക്കുകയാണ്, വാട്ട് ഈസ് ഫോർവേ CALNG ക്രാങ്ക് എന്നാണ് ശരിക്കും. ഫോർവേ ക്രാങ്ക് സ്റ്റീൽ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ടെക്നിക്കൽ വേർഡ്സ് ഒഴിവാക്കി സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയൂ ബ്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാ, അത് കാര്യം വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ് അറിയാതെ ഉപയോഗിച്ചു പോകുന്നു. ഇനി അതിൽ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കും, ഉറപ്പായിട്ടും പരിഹരിക്കാം. കിച്ചണിൽ നിൽക്കുന്നവർക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാമോ? കുളിച്ചോ? അയ്യോ, കിച്ചണിൽ നിന്നിട്ട് കുളിക്കാമെന്നാണോ ചോദിച്ചത്? അതെ, അങ്ങനെ ചെയ്യാറില്ല. അല്ല, ഈ കമന്റ് ഇട്ട ആരാണത്? കൊല്ലംകാരനാണോ? പോയിടൂ, ഇയാളെന്താ അങ്ങനെ ചോദിച്ചത്? കൊല്ലത്ത് വന്നിരുന്നിട്ട് കൊല്ലംകാരൻ, ഇവിടെ കൂടുതൽ കൊല്ലംകാരുള്ള ഇയാൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇടിയാ. ഇനി എന്താ പറഞ്ഞിരിക്കണേ, ഹലോ, നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ലിയോ ശിവാനി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അങ്ങനെ. ലിയോ ശിവാനി ദളപതി ഫാനാന്ന് തോന്നുന്നു. നിങ്ങളെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. വി ആർ പ്ലാനിങ് എ ഹൗസ്, ഇറ്റ്സ് ഇൻ ഡിസൈൻ ഫേസ്. ഒരുപാട് ഹോം വീഡിയോസ് ആൻഡ് എക്സ്പെർട്ട് വീഡിയോസൊക്കെ ഏകദേശം ഒരു 6 മന്തായി കണ്ടുകൊണ്ടിരിക്കുന്നു. ബട്ട് നിങ്ങളുടെ ചാനൽ കണ്ടത് മുതൽ ബാക്കിയുള്ളത് കാണുന്നതിൽ നിർത്തി പോലും. യു ഗൈസ് ആർ ലൈക്ക് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ എക്സെപ്റ്റ് ഒപ്പീനിയൻ. ഒറ്റ വാക്കി പറയട്ടെ, നമ്മള് കിടുവാണ്, പൊളിയാണ്, വേറെ ലെവലാണ്. അതാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് മേളിൽ പോകുന്നുണ്ട്. അല്ല, ഈ കമന്റ് ഇട്ട ഏതാണ്? ശിവാനിയോ? ശിവാനി, ലിയോ ശിവാനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കണം, അങ്ങനെ ഇട്ടിട്ടുണ്ട്. ദെയർ ആർ സോ മെനി പീപ്പിൾ പുട്ട് ഇൻ നെഗറ്റീവ് കമന്റ്സ്, നെവർ ബോദർ. അവന്മാർക്കൊന്നും വേറെ പണിയില്ലാഞ്ഞിട്ടാ. താങ്ക്സ് എ ലോട്ട് ഫോർ സച്ച് വാല്യുബിൾ കമന്റ്. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, കീപ് ഷെയറിങ് സച്ച് വാല്യുബിൾ. അതായത് ഈ നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ 2 തരത്തിൽ നമുക്കതിനെ കാണാം. ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കമൻറ്റ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ എപ്പോഴും വരേണ്ടതാണ്. കുറച്ച് മുന്നേ പറഞ്ഞ ആ സ്റ്റീൽ ടാങ്കിൻ്റെ കാര്യത്തിൽ സുനീർ ഇട്ടിരിക്കുന്നത് കറക്റ്റാണെന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന. അല്ലാതെ എന്താ പറയുന്നത്, ഈ നമ്മൾ ഈ ചിന്തകന്മാരുടെ ക്ലാസ് എടുക്കൽ പരിപാടിയല്ല ഇവിടെ ചെയ്യുന്നത്. ചിന്തകൻ ഇപ്പം ഞങ്ങൾ പരസ്പരം ചിരിച്ച് സംസാരിക്കാൻ, അല്ലെ ആ ഒരു തമാശ രൂപത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ആൾക്കാരെ പിടിച്ച് എത്രയോ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്, മുഴുവൻ സമയം തീർന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. സ്റ്റാർ മാജിക്കിനോടൊക്കെയാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. അത് മാത്രമല്ല, അപമാനമായിട്ട് ഞാൻ കാണട്ടെ. സത്യം, ഞാനും ആലോചിക്കുക സീരിയൽ കാണുന്നപോലെ അങ്ങനത്തെ കമന്റ് ഒന്നും. അതൊരു ചേട്ടൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. സീരിയൽ ചേട്ടനിലേക്ക് നമ്മൾ വരും. അതെ, ആയിക്കോട്ടെ. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എനിക്ക് സുനീറൊക്കെ 2015-14 തൊട്ട് കേട്ടു തുടങ്ങിയതല്ലേ?
ഞാൻ നല്ല രീതിയിൽ തിരിച്ച് റിപ്ലൈ ചെയ്യുമായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പം അത് ഒഴിവാക്കിയതാണ്. മടുത്ത്. അതെ, ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നു. അല്ല ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ടേ, അതായത് പ്രതുലം 8535 ഒരു മാസം മുന്നേ ഇട്ട കമൻ്റാണ്. വേറെ ഒന്ന് പറയട്ടെ, നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്. ഇതുപോലെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്ന മറ്റൊരു ചാനൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു ക്ലയൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒരു വിശ്വാസം ഉണ്ടാകും നിങ്ങളിൽ. അത് ശരിക്കും നമ്മൾ ഈ പോഡ്കാസ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ചാനൽസ് ഉണ്ട്. ഞാനായിക്കോട്ടെ, അരുൺ ആയിക്കോട്ടെ, സുനീർ ആയിക്കോട്ടെ, ഞങ്ങളുടെ 3 പേരുടെ ചാനൽസിൽ ഞങ്ങൾക്ക് ഇതായിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട്, അതായത് പ്രൊമോഷൻ വീഡിയോസും ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ഇതിൽ നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് പിടിച്ചിട്ടേ ഇല്ല. ഇതിൽ നമ്മൾ ഇതിനകത്ത് പറയത്തില്ലേ, നീയും നിന്റെ ബോധ്യവും കൂടെ നിന്റെ കുഴിയിൽ ഒടുങ്ങട്ടെ എന്ന് പറഞ്ഞ പോലുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ. അല്ലാതെ ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുക. അല്ല, ശരിക്കും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ കൂടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തെ മാനിക്കുന്നു. അത് ഇതിൻ്റെ എന്ന് വരെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ സമയം വരെയും നമ്മൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഞങ്ങളിൽ നിന്നൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അടുത്തൊരു ചോദ്യം, UPVC ഡോർ കബോർഡിന് നല്ലതാണോ? UPVC ഡോർ കബോർഡിന് നല്ലതാണോ? UPVC കബോർഡിന് നല്ലതാണോ അല്ലേ? UPVC അല്ല, PVC ഡോറാണ് കബോർഡ്സിന് നല്ലത്. UPVC കബോർഡുകൾ ആക്ച്വലി അത് നമ്മൾ പറയുന്നത് സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്ട്രക്ചറൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് UPVC ഡോർസ്. അത് നമ്മുടെ കബോർഡിൽ ചെയ്യാം, അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ UPVCക്ക് പകരം ഇപ്പോൾ ധാരാളം ഡിസൈനം ആയിട്ടുള്ള, അതായത് നമ്മുടെ UV ബോർഡ്സും ബോർഡ്സും PVC ഷീറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതാണ് നല്ലത്. UPVC വലിയ കോസ്റ്റ് ഡിഫറൻസ് അല്ല, വേസ്റ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ UPVC അല്ല PVC നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. UPVC ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു മെൽജോ വിഷ്ണു, നല്ല രസമുണ്ട്, നല്ല രസമുള്ള ഇൻഫർമേഷൻ തരുന്ന വീഡിയോ, ഫാനായി ശരിക്കും. താങ്ക് യു. ഫാനായതല്ലേ? അതെ. അടുത്തൊന്ന് വായിക്കട്ടെ. ആത്മാർത്ഥതയുള്ള, അത് എഴുതിയിരിക്കുന്നത് റിതിൻ ജോൺ. ഓക്കെ, സോറി. ആത്മാർത്ഥതയുള്ള കോൺട്രാക്ടർ ആണെങ്കിൽ ഒരു എഗ്രിമെൻറ്റും വേണ്ട, പണി കൂലിക്ക് കൊടുക്കുക. കോൺട്രാക്ടർ ഉടായ്പാണെങ്കിൽ പണിയുടെ എണ്ണവും കൂലിയും കൂടും. എനിക്ക് അതിനോടൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എഗ്രിമെൻറ്റ് വേണ്ട എന്നതിനോട് എനിക്ക് തീരെ എഗ്രിമെൻറ്റ് വേണം. കാരണം വെച്ചാൽ ഇതിപ്പം എന്ത് കാര്യമാണെങ്കിലും 2 പേര് ചെയ്തെന്ന് ചെയ്യുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ആൾക്കാരുടെ സിറ്റുവേഷൻസ് മാറാം, സാഹചര്യങ്ങൾ മാറാം, പല സിറ്റുവേഷൻസ് വരാം. ഈ സമയത്തൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചിരിക്കണമെന്ന് എപ്പോഴും എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമൊന്നുമല്ല. അതെ, നമ്മൾ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരാളല്ല, നിങ്ങൾ 2 പേരുണ്ട്, നിങ്ങൾക്ക് വീട് ഭാഗം വെക്കും, നിങ്ങൾ വാക്കാല് പറയുമോ? ഇല്ല. സ്വന്തം അനുജനോട് പറയത്തില്ല, ഏട്ടനോട് പറയത്തില്ല. കല്യാണം വരെ ഒരു എഗ്രിമെന്റ് അല്ലേ? അപ്പൊ എവിടെയാണ് മാറ്റാൻ പറ്റുക? അത് അങ്ങനെയല്ല, എഗ്രിമെന്റ് തീർച്ചയായിട്ടും വേണം. അല്ലാതെ നമ്മുടെ വീട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതിനകത്ത് നമ്മൾ മിസ്സായ കാര്യങ്ങളും ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്നുകൂടെ ഈ ആത്മാർത്ഥത മുറിച്ചു നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല. പൈസ ആത്മാർത്ഥ കൊണ്ട് വരത്തില്ല. ദീപു മാത്യു പുള്ളിക്കാരൻ കമന്റ് ചെയ്തിരിക്കുന്നത്, കുപ്പിക്കണ്ണൻ മാഷിന്റെ വീട് ഒന്ന് കാണിക്കാമായിരുന്നു. ഇതൊക്കെ കുപ്പിക്കണ്ണനല്ല, കുമ്പക്കാടൻ, നമ്മുടെ പ്രിൻസ് മാഷ് മാറിപ്പോയതല്ലേ. എന്തായാലും പുള്ളിക്ക് നല്ലൊരു പേര് സമ്മാനിച്ചതിന് നമ്മുടെ ദീപു മാത്യു ചേട്ടനോട് ഒരു നന്ദി. പ്രിൻസ് ചേട്ടന്റെ പേര് മാറ്റിയിട്ടുണ്ട്, കുമ്പുകാടൻ എന്നുള്ള പേര് മാറ്റിയിരിക്കുന്നു, കുപ്പിക്കണ്ണൻ എന്ന ഒഫീഷ്യലി. പുള്ളിയുടെ വീടിന്റെ വീഡിയോ നമ്മുടെ ഡോക്ടർ ഇന്റീരിയർ ചാനലിൽ പുതിയത് കിടപ്പുണ്ട്, ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട്. ഇത് നേരത്തെ വന്ന സാധനം. ഈ പരിപാടി കാണുമ്പോൾ സീരിയൽ കാണുന്ന പോലെ തോന്നുന്നു. കാരണം ക്യാമറ നിങ്ങളുടെ ഭാവം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പറ്റൂലേ? ഓക്കെ, ഞങ്ങൾക്ക് ആവശ്യം നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം കാണാനാണ്. അതിൻ്റെ ഇമേജുകളും വീഡിയോകളും ധാരാളം ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. പലരുടെയും കമൻറ്റുകൾ അത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ, ഇത് നമുക്കുള്ളതല്ല, ഇത് ആദ്യത്തിലുള്ള കമൻറ്റാണ്. അതെ, അല്ല ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ എന്ത് ഫോട്ടോ ഇട്ടെന്ന് പറഞ്ഞാലും കോപ്പിറൈറ്റ് ഉള്ള ഫോട്ടോസ് ഉണ്ട്. എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, അത് എടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ഭാവം നിങ്ങൾ കാണണ്ട. ഞാൻ പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ജോലികൾ ചെയ്യൂ, എന്നിട്ട് ഇത് കേൾക്കൂ. ഒരു പോഡ്കാസ്റ്റ് പോലെ നിങ്ങളിത് കേൾക്കൂ, ഗുണപ്പെടും. ഇനിയിപ്പോൾ ഞങ്ങളുടെ മുഖം കാണാൻ കൊള്ളത്തില്ല, നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? എനിക്ക് എന്തായാലും പ്ലാസ്റ്റിക് സർജറി മാറ്റാനുള്ള വകുപ്പില്ലപ്പോ. ഇയാൾ പോട്ടെ, താൻ എന്നാ ചെയ്യും? അല്ല, എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, അതായത് ഞങ്ങൾ യൂട്യൂബിൽ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് കാണണ്ട, ദയവ് ചെയ്ത് ഞങ്ങളെന്നും ഈ ഭാവങ്ങളൊന്നും നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് കേൾക്കാം. വണ്ടിയിൽ പോകുമ്പോൾ പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യാം. ആ രീതിയിൽ നമ്മളത് പ്ലാൻ ചെയ്യും. നമ്മൾ പോലും അങ്ങനെയാ ചെയ്യുന്നത്. പുതിയൊരു ഐഡിയ വയ്യ. അതെ,
അടുത്തത് കിച്ചൺ ക്യാബിനറ്റിന് ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണ് നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നത്. ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ താഴെ ആദ്യത്തിന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ലിങ്ക്. ഒരിക്കലും നിങ്ങളൊരു വൺ ലൈനിൽ ഏതാണ് ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. കാര്യം അതൊക്കെ ഡിപ്പെൻസ് ആണ്. സോ ആ വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും ഏതാണ് ബെസ്റ്റ് മെറ്റീരിയൽ എന്നല്ലേ. അതെ, ഈ പല ആളുകൾക്കും ഈ വീഡിയോയുടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊരു പൊതുവിലൊരു അഭിപ്രായമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇന്നൊരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല. എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഞങ്ങൾ പറയും. യെസ്, പ്രൊമോട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇത് സജസ്റ്റ് ചെയ്യാൻ കറക്റ്റ് പറ്റൂല. എല്ലാ പ്രോഡക്റ്റിനും നെഗറ്റീവ്സും പോസിറ്റീവ്സും അതാണ് പറയുന്നത്. ബഡ്ജറ്റും ഞങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാം. അതിന് നിങ്ങളുടെ സ്വബുദ്ധി ഉപയോഗിക്കാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നമ്മൾ 3 ആളെ എപ്പോഴാണെങ്കിലും വിളിക്കാം കേട്ടോ. പേഴ്സണലി ഞങ്ങളെ വിളിച്ചിട്ട് റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് ഒരാൾ പോലും കംപ്ലൈൻറ്റ് പറയില്ല. കാര്യം കൃത്യമായിട്ട് ആ ടൈമിൽ അന്നേരം ഫോൺ എടുക്കാൻ പറ്റില്ലെങ്കിലും തിരിച്ചു വിളിക്കാറുണ്ട് പലപ്പോഴും. അജയ് അങ്ങനെ ചെയ്യാറില്ല. തീർച്ചയായും. അപ്പോൾ അങ്ങനെ അത് നോക്കാം. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ. സുനൂസ്, അതൊന്നും കാര്യമാക്കേണ്ട. വീട് പണി തുടങ്ങുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ വീട് പണി നടക്കുന്നതിനാൽ ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഒരുപാട് സന്തോഷം. എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ഒരു വീഡിയോ ചെയ്യാമോ? എക്സ്പോസ്ഡ് കോൺക്രീറ്റ് സീലിങ്ങോ അതോ ഫുൾ കോൺക്രീറ്റ്? അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട്. യെസ്. അത് നമ്മളത് ചെയ്യേണ്ട ഒരു സാധനം കേട്ടോ. എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ചെയ്യണം. പിന്നെ ഈ കോൺക്രീറ്റ് ഹൗസിന്റെ അതിന്റെ കൂടെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ ഇപ്പൊ ഒരു പല ആളുകളും ഇതിനകത്ത് ചെയ്യുന്നതാണ്. അതായത് ഫുള്ള് കോൺക്രീറ്റ് ഹോട്ട് എയർ ഓവൻ. അതെ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, അതിനെക്കുറിച്ചൊരു വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ്. ചൂടായിരിക്കത്തില്ലേ? ഹോട്ട് എയർ ഓവൻ എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ശരിക്കും നമ്മുടെ ഇപ്പോൾ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചൂടുകാലമാണ്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം. എങ്ങനെ ചൂട് കുറയ്ക്കാം, വീട് ചെയ്യുമ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതൊക്കെ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ കറക്റ്റ് ചെയ്യാം. അടുത്തത് പറട്ടെ എന്നാൽ ഞാൻ വായിക്കാം. നിങ്ങൾ സമയം എടുക്കണേ. സൺഷെയ്ഡിന്റെ കാര്യം പറയുമ്പോൾ ഫോട്ടോ കാണിച്ചതിന് നന്ദി രേഖപ്പെടുന്നു എന്ന് പറഞ്ഞ് ശരത് BM ഇട്ടിട്ടുണ്ട്. നന്ദി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. വളരെ കാലത്തെ ആൾക്കാരുടെ ആഗ്രഹ സഫലീകരണമായിരുന്നു ആ ഫോട്ടോ. അതിന് കോപ്പിറൈറ്റ് അടിച്ച് ഞങ്ങൾ ഇടിക്കും. നേരത്തെ നമ്മുടെ സീരിയൽ ചേട്ടൻ പറഞ്ഞതിന്റെ മറുപടി ഒരു പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫ്രം സ്പേസ്. സത്യം പറയാമല്ലോ പ്രദേശ്, ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരു ഡിസൈനറാണ്. വീട് വയ്ക്കാൻ പ്ലാൻ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ പോഡ്കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ട് കേട്ടുകൊണ്ട് ഇരുന്ന് വർക്ക് ചെയ്യാനാണ് താല്പര്യം. അതായത് രണ്ടർത്ഥമുണ്ട് കേട്ടോ അതിനകത്ത്. അവിടെ മുഖം കാണണ്ട എന്നുള്ളത്. കുഴപ്പമില്ല, നമ്മൾ അതിനനുസരിച്ചുള്ള മൈക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് മാത്രമായാലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിനകത്ത്. അതെ, നല്ല ക്ലിയർ ആയിട്ട് വോയിസ് കാര്യങ്ങൾ കിട്ടും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ജോൺ വിക്ക് പ്രീമിയം പൊന്നെണ്ണമാരെ അറിയാവുന്ന ആളാ. പിന്നെ ജോൺ വിക്ക് എന്തുമാത്രം ശരി എന്നാ ഇടിയാന്നറിയോ പുള്ളിയുടെ. അല്ല, കിടിലം പടം, വെടിക്കെട്ട് സാധനം. പോടോ, പാതിരാത്രി ഓരോ സിനിമയൊക്കെ കണ്ടിട്ട് പോഡ്കാസ്റ്റിന് ജോൺ വിക്ക് അറിഞ്ഞൂടാ. ജോൺ വിക്കിനെ അത് മനസ്സിലായില്ലേ? പൊന്നെണ്ണന്മാരെ, നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കാര്യം പറയുമ്പോൾ നിങ്ങളുടെ പഴയ കാര്യങ്ങളാണ്, ഞങ്ങളുടെ പഴയ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇതുപോലെ എന്തും പറയാവുന്ന കൂട്ടുകാർ പണ്ട് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറയുമായിരുന്നു. ഇപ്പോൾ പലരും പല വഴിക്കായി. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഇതൊക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഞങ്ങൾക്കും അതിനേക്കാൾ പെരുത്ത സന്തോഷം. അനൂപ് KM ഇട്ടിട്ടുണ്ടേ. വാട്ട് അബൌട്ട് കേരള ഗവൺമെന്റ് കമ്പനി ട്രാക്കോ കേബിൾ? പ്ലീസ് കമന്റ്. കേബിൾസ് നല്ല കേബിളാ. ഗുഡ് ഷോട്ട്. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതെ, ഇല്ലെങ്കിൽ പുള്ളി അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് കൊള്ളാം. ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളാം. ഇല്ല, ശരിക്കും കൊള്ളാം. അല്ല, നമുക്കിവിടെ ഫാക്ടറി പോയിട്ട് ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും പോകാം. കസ്റ്റമർക്ക് നേരിട്ട്. ഞാൻ ആദ്യം ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് ചെയ്യും. ഫാക്ടറി പോകാൻ ചുമ്മാ. അടുത്തതാണ് നമ്മുടെ തൃശ്ശൂർക്കാരി വ്ളോഗ്സ്. ചേട്ടായിസ്. ഞാൻ കണ്ട ചില സമയത്തേക്ക് ഇയാളിങ്ങനെ ബുദ്ധി വിട്ടിരിക്കും. പറഞ്ഞോളാഞ്ഞ് വയ്യ. അതെ, ഒരു അവസരം കൊടുത്തപ്പോഴേ കാണാനില്ല. ഇപ്പോഴത്തെ ലേഡീസ് കിച്ചൺ മെയിൻ്റനൻസിന് പ്രാധാന്യം നൽകുന്നുണ്ട് കേട്ടാ. പ്രത്യേകിച്ച് പുതിയ വീട് റിനോവേഷൻ ചെയ്യുന്നവർ എല്ലാം. കാരണം സോഷ്യൽ മീഡിയ ഞാൻ അടക്കമുള്ള സ്ത്രീകൾ ചേട്ടായിസിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ട് എവിടെ എന്ത് എങ്ങനെ വേണമെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ അടിപൊളിയാവട്ടെ. അടിപൊളിയാവട്ടെ അല്ലേ? ഞാൻ ഇതിനകത്ത് വായിച്ചത് ഇത് വ്യക്തമായിട്ട് പറയണു. എടോ, പണ്ടത്തെ പോലെ അല്ല നിങ്ങളുടെ, അതായത് 80 കിഡ്സ് അല്ല, ഇപ്പോഴത്തെ 90 കിഡ്സ് ഉള്ള ആളുകള് നല്ല രീതിയിൽ കിച്ചൺ മെയിൻ്റനൻസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരുപാട് സന്തോഷം. സ്റ്റെയറിന്റെ വീഡിയോയില് ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നു. ടോയ്ലറ്റ് വെക്കുമ്പോഴേ ഉള്ള കുഴപ്പം കൂടി പറഞ്ഞു തന്നായിരുന്നു. സ്റ്റെയറിന്റെ കീഴെ ടോയ്ലറ്റ് വെക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വല്ല കുഴപ്പമുണ്ടോന്നാണ് പുള്ളിക്കാരത്തി ചോദിക്കണേ. ആളുടെ പേര് പറയാം, പുള്ളിക്കാരത്തിയല്ല, അഫ്ഷാദ് ഇല്ലത്ത്.
അദ്ദേഹമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എസ്തറ്റിക്കലി അതൊരു മോശം പരിപാടിയാണ്, അതാണ് മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്പേസ് ഒരു പ്രശ്നമാണ് അല്ലേ? എസ്തെറ്റിക്സും ലൂയി ഫിലിപ്പും മിണ്ടരെന്നാ പറയുന്നത്. പോളണ്ടിനെ കുറിച്ച് ഇവിടെ സംസാരിക്കരുത്. അല്ല, നമ്മുടെ ഒരുപാട് ആ ബാത്റൂം ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകും. മാത്രമല്ല സ്റ്റെയറിന്റെ ഭംഗിയെ അത് കളയും. മൊത്തം ഒരു കുളമാവും, വല്ലാത്തൊരു ലെവലായിരിക്കും. പക്ഷെ ഇനി ഒട്ടും സ്പേസ് ഇല്ലാത്ത വീടുകളൊക്കെ ആണെങ്കിൽ അതെ ചെയ്യാം. ഈ സ്റ്റെയറിൻ്റെ വീട്ടിൽ തന്നെ ഒറ്റ നടപ്പുണ്ടേ. ഈ സ്റ്റെപ്പ് ലാൻഡിങ് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് പറയാത്തത് എന്താ? അതല്ലേ മെയിൻ, അവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്നതെന്ന്. സ്റ്റെപ്പ് ലാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ചെയ്യാം. ഈ പറഞ്ഞതുപോലെ നോർമലി നമ്മൾ ഒരു 18 സ്റ്റെപ്പ് ആണെങ്കിൽ ഒരു 6 സ്റ്റെപ്പ് കയറിയതിന് ശേഷം ഒരു ലാൻഡിങ്, ഒരു റെസ്റ്റിംഗ് ഏരിയ എന്നുള്ള രീതിയിലാണ് ആ സ്റ്റെപ്പിന് ഉപയോഗിക്കുന്നത്. ഇനി കുറച്ചുകൂടി അത് സ്പേസ് നമുക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കോർണർ സ്റ്റെപ്പിലേക്ക് മാറ്റാം, ലാൻഡിങ് കൊടുക്കാതെ തന്നെ. ഇനി അതുപോലെ തന്നെ നമുക്ക് അല്ലാണ്ട് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു വർക്ക് സ്പേസ് ഒക്കെ ആയിട്ട് ഒരു ലോഫ്റ്റ് കൺസെപ്റ്റിലേക്ക് സ്റ്റെപ്പ് കൊണ്ടുവരാം, മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. എനിക്കത് അത് വലിയ വീടുകളിലൊക്കെ എല്ലാം ചെയ്യാൻ പറ്റൂ. അതെ, സംശയം ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയണമല്ലോ അല്ലേ? അതെ, അത് ആകെ രസമാണത്, കാണാൻ അടിപൊളിയാണ്. ഒരു സ്റ്റഡി സ്പേസ് ഒക്കെ ആയിട്ട് ഭയങ്കര കിടിലായിട്ട് പ്ലാൻ ചെയ്യാം അതൊക്കെ. ഒരു പാർട്ടി ശരത്ത് ബി എം രണ്ടാമത്തെ ഞാൻ വായിക്കുന്നത് ആണോ? സിമ്പിളായിട്ടൊരു വെൽക്കം പറഞ്ഞ വീഡിയോ തുടങ്ങിയാൽ ഉപകാരമായിരുന്നു. വെറുതെ 1 മിനിറ്റ് വേസ്റ്റ് ആക്കുന്നത് എന്തിനാ? കുറച്ച് സമയം ഫ്രീ കിട്ടുമ്പോൾ അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അറിയാനല്ല ഇതുപോലുള്ള വീഡിയോസ് കാണുന്നത്. അപ്പോൾ നമ്മുടെ സമയത്തിന് കുറച്ച് വില കൽപ്പിച്ച് കൂടെ പ്രിവ്യൂ ഒഴിവാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പുള്ളിയുടെ വാട്സപ്പ് നമ്പർ മേടിച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അല്ലാണ്ട് ഇതിനൊക്കെ എന്ത് പറയുന്നത്? ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ കമ്പി സിമെൻറ്റ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കാണുമത്? അല്ലത് മാത്രമല്ല, ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം, ഞങ്ങളിതൊരു പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് പറയുന്നൊരു സാധനം എന്നാൽ പോലും എന്തിനും ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതെ, അത് വേണം. അതല്ല, അതിപ്പോൾ നമുക്ക് രീതി അറിയാമല്ലോ, പുള്ളിക്ക് സ്ഥിരമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മളൊരു പാറ്റേൺ അറിയാം. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു എല്ലാത്തിനും അതിൻ്റെതായ ഒരു രീതിയില്ലേ. അതെ, എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു നമ്മുടെ ഒരു സ്റ്റൈലാണ്. അതെ, അഭിപ്രായത്തെ മാനിക്കുന്നു. അതെ, നമ്മൾ അതിനെ മാനിക്കുന്നു. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതി. അല്ല, ഏത് സാധനം നമ്മളൊരു സമയമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് 2 രീതി കഴിക്കാം. വാരി വലിച്ച് എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാം. പക്ഷെ ഓരോന്ന് ആസ്വദിച്ച് കഴിക്കാം അല്ലേ? ഒരു വളരെ സമാധാനമായിട്ട് നിദാനമായിട്ട് തുടങ്ങുന്ന ഒരു രീതിയാണ് നമ്മുടെ. എന്നാൽ മാത്രമേ ഞങ്ങൾക്കത് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാനായിട്ട് നിങ്ങളുടെ വില കളയുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഈ യൂട്യൂബിൻ്റെ ആ സൈഡിൽ 2 പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് 10 സെക്കൻഡ് ഓടും. ആ 10 സെക്കൻഡ് വീതം ഒരു 3 പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്താൽ 60 സെക്കൻഡ് മാർക്കിട്ടും 1 മിനിറ്റ് ഒഴിവാക്കാം. അത് അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഓടിച്ചാൽ മതി, സ്കിപ്പ് ചെയ്തിട്ട് അടുത്തലോട്ട് വന്നാൽ മതി. അതെ, ഞങ്ങൾക്കത് അതങ്ങനെ തുടങ്ങിയാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ചാപ്റ്റേഴ്സ് ഇടാൻ ശ്രമിക്കാം അല്ലേ? ചാപ്റ്റേഴ്സ് ഇടാൻ പറ്റുമെങ്കിൽ നല്ലതാണ്, അത് നമുക്ക് ശ്രമിക്കാം. ഇതൊക്കെ നമ്മൾ വളരെ എന്താ പറയുക, രസകരമായിട്ട് പറയുന്ന മറുപടികളാണ് കേട്ടോ. അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അതിനി ജാടയാണോ അതാണോ അവന്മാർ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒന്നും പറയണ്ട. ഇത് വളരെ സൗഹൃദപരമായിട്ട് വേണമെങ്കിൽ ശരത്തിൻ്റെ രസം ഇവിടെ വരാം. അല്ല, സീരിയസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ കേട്ടോ, ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ പറഞ്ഞ കേട്ടോ. അതങ്ങനെ തന്നെ ഉദ്ദേശിച്ചതാ. വീഡിയോ സ്കിപ്പ് ചെയ്യാനല്ല, ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇടയ്ക്ക് ഇത് പറയണം, മറക്കല്ലേ? അടുത്ത കമന്റ് വരും. ഈ സബ്സ്ക്രൈബ് ചെയ്തവര് ഒന്നുകൂടി അതിൽ ഞെക്കണ്ട, അൺസബ്സ്ക്രൈബ് ആയി പോകും അല്ലേ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ചിലപ്പോൾ ആവേശത്തിന് അടുത്തത് എനിക്കൊന്നുമില്ല, എനിക്ക് അവസരം തരുന്നില്ലെന്നാണല്ലോ. നിങ്ങൾ ചോദ്യം പറഞ്ഞാൽ ഉത്തരം പറയാം. ഇൻഫോർമേറ്റീവ് ആൻഡ് ഫണ്ണി, അത് കമന്റ് ചെയ്തിരിക്കുന്ന വിനോദ്. താങ്ക് യു. നമ്മളെപ്പോഴും ഇൻഫോർമേറ്റീവ് ആക്കാറുണ്ട്. അതെ, പിന്നെ ഇയാളൊക്കെ ഉണ്ടായിട്ട് ആരാണ്ട് ഇട്ടേക്കുന്നുണ്ടായിരുന്നു, നേരത്തെ കണ്ടായിരുന്നു. ഏതൊരു ടൈം മെൻഷൻ ചെയ്തിട്ട് നല്ല ബുക്ക് കിട്ടിയാലോ ഇയാളെ വീട്ടിനകത്ത് നിന്ന് ഫൈക്കസ് മരം 30 മീറ്റർ പുറത്തേക്ക് ഇറങ്ങിപ്പോയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇയാളെ ശല്യം കൊണ്ട് പോയതാന്ന്. അതാണ് മെൻഷൻ ചെയ്തിരുന്നത്. 30 മീറ്റർ കഴിച്ചിട്ട് കൂടി പോയി. അതെ, പക്ഷേ നമുക്ക് രണ്ടാമോട്ട് പണിയല്ല. ഇപ്പൊ ഒരു അവസരം തരാം. സെന്റിമീറ്റർ ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, മീറ്റർ അല്ല, എടുത്ത് വെളി ഇറങ്ങി പോയത്. അല്ല, അത് ഇയാളൊന്ന് പിടിച്ചോളൂ. 30 മീറ്റർ ലിറ്ററലി 30 മീറ്റർ തന്നെ. അതിന്റെ പേര് അതുപോലെയാണ് വെച്ച്. തന്റെ വീടിന്റെ സെറ്റ് ബാക്ക് എത്ര ഉണ്ട്? സെറ്റ് ബാക്ക് അല്ല, ഇതേ കൂടെ പോയത് തറവഴി. അതോട്ട് കയറാൻ പറ്റണ്ടേ? അടുത്തത് വായിച്ചോ, ഞാൻ പറഞ്ഞുതരാം. സത്യം പറയാലോ, പ്രഫുല്ലം, സത്യം പറയാം, നിങ്ങളുടെ വീഡിയോ വരാൻ നോക്കിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. വീട് വെച്ചിട്ടില്ല,
വെക്കണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ വീഡിയോസും കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. അതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ 7 ലൈക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് വീട് വെച്ചിട്ടില്ല, വെക്കണം. ആ ലൈക്ക് കൊടുക്കുന്നത് വീട് വെക്കാത്ത ഒരാൾക്ക് വീട് വെക്കണം എന്ന് പറയുന്ന അയാളുടെ മനസ്സിന് കൊടുക്കുന്ന ലൈക്കാണ്, അല്ല ഞങ്ങൾക്ക് തരുന്നതല്ല. അത് നമുക്കറിയാം. ഇനി നമ്മൾ വെറുതെ ഇരുന്ന് തള്ളിയാൽ പോരല്ലോ, വേറെ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയൊരു കമൻ്റ് ഉണ്ട്. അതായത് അഷ്ഫാഖ് കാളിയാർ അഷ്ഫാഖ് കാളിയാർ പുള്ളി ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട് 5.42 മിനിറ്റ്, 2 ഇഞ്ചല്ല 50 mm 5 സെൻറ്റിമീറ്റർ, 2 അല്ല. അതായത് നമ്മൾ ബാംഗ്ലൂർ സോണിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നിങ്ങൾ 2 ഇഞ്ച് തിക്നെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറി പറഞ്ഞില്ല 50 mm ആണെന്ന്. ശരിക്കും രണ്ടും സെയിം ആണ്. അപ്പോൾ അത് നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞില്ല, ആവേശം ഇച്ചിരി കൂടുതലാ. ചേടാ കണ്ട ആവേശം കൂടുതൽ, ഭയങ്കര പറഞ്ഞ് തീർക്കാൻ സമ്മതിക്കത്തില്ല. അതിന് മുമ്പ് പരിസ്ഥിതി കഞ്ചാവട്ട ആളാ ഈ പറഞ്ഞ. അതൊക്കെ പോട്ടെ, കമന്റ്സിലേക്ക് വരാം. അടുത്തത് എടോ വായിക്കണോ വെറുതെ ഇരുന്നിട്ട്? ചുമ്മാ ഇരിക്കുവാണ്. വീടിന്റെ അടുത്തത് അഖിലാഖ് വീടിന്റെ മുകളിൽ നിലയിൽ അറ്റാച്ച്ഡ് അല്ലാതെ കോമൺ ബാത്റൂം ഐഡിയാസ് ഒന്ന് പറയാമോ? അതിനിപ്പോൾ എന്താ ഐഡിയാസ് പറയാൻ? അറ്റാച്ച്ഡ് ചെയ്യുന്നത് ആ ഡോറ് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നു, സെയിം പർപ്പസ് തന്നെയാണ്. കുറച്ച് താഴ്ത്തിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുക, ആ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ബാത്റൂമിനെ കുറിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് അടിപൊളി ഒരു വീഡിയോ പോകുന്നുണ്ട്, ട്രെൻഡിങ് ബാത്റൂംസ്. ഇനി ഞാനൊരു തമാശ പറയട്ടെ. കുട്ടപ്പൻ കർത്താവ് ആളെ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ ഇത്രയും ഒരു ശത്രുത പറയേണ്ട കാര്യമില്ല. കുട്ടപ്പൻ കർത്താവ് ടാർഗറ്റ് ചെയ്ത് അടിക്കുക. അതെ, മഞ്ഞ മുട്ടയോട് ചോദിക്കും ജയിലിൽ സ്റ്റെയർ കേസ് ഒക്കെയാണ്, സ്റ്റെയർ കേസിന് വേണ്ടിയാണ്. ഞാനൊന്ന് മഞ്ഞ ടീഷർട്ട് അത് പറഞ്ഞൊഴിവാക്കി ഞാൻ ഇല്ലാത്ത ദിവസം അയാൾക്ക് ഈ കുട്ടപ്പൻ കർത്താവിന് ഞാൻ മറുപടി കൊടുത്തതാണ്. അയാൾ നിങ്ങളെ കണക്ക് അതിൽ പിടിച്ച് കയറുക. അല്ല, കുട്ടപ്പൻ കർത്താവ് എന്നാലും എനിക്ക് വേറൊന്നും പറയാനില്ല, ആ പേര് തന്നെ മതി, മതി, വേറെ ഒന്നും. കുട്ടപ്പൻ കർത്താവ്. ഇതൊക്കെ ഞങ്ങൾ ഭയങ്കര രസമായിട്ടും സന്തോഷമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതെ. ഇനി 11:37 റോജാസ് മാത്യു, അത് തന്നെ, അതായത് പേൽ ഗ്രാസ് ടെർമിനേറ്റ് അഫക്റ്റ് ചെയ്യും ഈ സീസണിൽ നല്ല പോലെ. ചൂട് സമയത്താണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അല്ല, ഗ്രാസിന്റെ കേസിൽ എപ്പോഴും ടെർമൈറ്റ് പ്രൂഫിങ് പറമ്പിലും ചെയ്താൽ ഒന്നാവും. അല്ലെങ്കിൽ ഏത് ഗ്രാസ് ആണെങ്കിലും അതിന് പണി കിട്ടും. പേള ആയിക്കോട്ടെ, ബഫല ആയിക്കോട്ടെ. ബഫലോയും പേൽ ഗ്രാസും ഏകദേശം സെയിം കാറ്റഗറിയാണ്, 2 പ്രൊഡക്റ്റ് ആണ്. ഒന്ന് ബഡ് ചെയ്തെടുത്ത, ഒന്ന് അതിന് ജനിതക മാറ്റം സംഭവിപ്പിച്ചെടുത്തിരിക്കുന്ന പ്രൊഡക്റ്റാണ്. വേറൊന്ന് അണ്ണാനുള്ളതാ, നിങ്ങൾ മേടിച്ചോ. അതിൽ പറഞ്ഞിരിക്കുന്നു വാട്ടർ ടാങ്ക് വുഡിലില്ലാത്തതുകൊണ്ടാണ് ഒരാൾ സൈലന്റ് ആണ്. തടിയിൽ വാട്ടർ ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് ഒരാൾ സൈലന്റ്. അയാൾ ചിരിയാ, മറുപടി അപ്പൊ അത് നടക്കൂല. എന്താ മോനെ, അപ്പൊ ആ പരിപാടി ഒഴിച്ചിക്ക്. അയ്യോ, എനിക്ക് തോന്നുന്നു അടുത്തത് നമുക്ക് ഇനി മറ്റൊന്നിൽ പറയാന്ന് വിചാരിക്കുന്നു. ഏറെക്കുറെ കഴിഞ്ഞു. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. സ്ക്രീൻഷോട്ട് എടുത്ത് ആദ്യത്തെ പേരും ഇല്ല ഊരും ഇല്ല കേട്ടോ, നിന്നെ തട്ടും. ഞാനോർത്ത് ഇതിപ്പോ നമ്മള് പറഞ്ഞ അവസാനം. അപ്പൊ ശരിക്കും ഈ കമന്റ് ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. വീണ്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയൂല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മറുപടികൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വീഡിയോസ് ചെയ്യുന്ന സമയത്തില്ലേ നമുക്ക് ഇതുപോലെ കമൻസിന് രസകരമായിട്ട് നമുക്ക് മറുപടി പറയാം, എപ്പിസോഡുകൾ ആഡ് ചെയ്യാം. അപ്പം എന്തായാലും അല്ലേ അതുപോലെ നമുക്ക് പുതിയ ചെയ്യേണ്ട കോണ്ടന്റുകളെ കുറിച്ചിട്ടും സജഷൻ പറഞ്ഞാൽ നല്ലതായിരിക്കും. കുറെ വരുന്നുണ്ട്, കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്, നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. വളരെ മോശമായിട്ട് കമന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ ഇൻസ്റ്റാ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതിനകത്ത് പേഴ്സണലി ചെയ്താൽ മതി. അതാണ് അതിന്റെ അതിന് നല്ല രസകരമായ മറുപടി ആണെങ്കിൽ ഇയാളെ പേജ് പറയാം. അപ്പോൾ ഓക്കെ, വി ആർ സൈനിങ് ഓഫ്. RK Talks.